guys, this is Melvin and പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഈ വീഡിയോ നമ്മുടെ സീരീസ് പാർട്ടിലെ വീഡിയോസിലെ സെയിം പാർട്ട് തന്നെയാണ്. സോ ഗൈസ്, എനിക്ക് DML മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ്, റെൻഡറിംഗ് ടൈം കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെങ്കിൽ റെൻഡർ സെറ്റിംഗിന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ റെൻഡറിംഗ് ടൈം കുറയോ എന്നൊക്കെ ഉള്ളത്. ആൻഡ് ദ ആൻസർ ഈസ് ഡെഫിനറ്റ്ലി യെസ്. അതായത് നമ്മൾ റെൻഡർ സെറ്റിംഗിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന റെൻഡറിംഗ് ടൈമിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറയും തീർച്ചയായിട്ടും. ബട്ട് നിങ്ങളുടെ PC സ്പെക്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ടൈം ഡിഫറൻസ് കാണുക. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെൻഡറിംഗ് ടൈം കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു 30 days 30 tips of Blender പാർട്ട് 9. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. സോ ഗൈസ്, ഞാനിവിടെ 4 സെറ്റിംഗ്സ് പറയുന്നുണ്ട്. 4 സെറ്റിംഗ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. ഈ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ സെറ്റിംഗ്സ് ഒന്നും ചേഞ്ച് ചെയ്യാതെ ബ്ലെൻഡറിന്റെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്ന സെറ്റിംഗ്സിൽ റെൻഡർ ആക്കിയ ഇമേജ് ആണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 minute 33 seconds എടുത്തു റെൻഡർ ആവാൻ. സോ 4 മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നോയിസ് ത്രെഷോൾഡ്. സോ അതിനായിട്ട് നിങ്ങൾ ബ്ലെൻഡർ ഓപ്പൺ ആക്കിയിട്ട് റെൻഡർ പ്രോപ്പർട്ടീസിലോട്ട് പോവുക. റെൻഡർ പ്രോപ്പർട്ടീസിൽ റെൻഡർ എഞ്ചിൻ EV സൈക്കിൾസ് ആക്കുക. നിങ്ങളുടെ GPU സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴത്തേന് നോയിസ് ത്രെഷോൾഡ് ഇവിടെ കാണാം. ഇത് 0.01 ആയിരിക്കും കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് 0.1 ആക്കുക. സോ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നോയിസ് ത്രെഷോൾഡ് നമ്മൾ കൂട്ടിയപ്പോൾ ഒരു ഇമേജ്. പക്ഷെ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നോയ്സ്. അപ്പോൾ നോയ്സ് കളയാനായിട്ട് രണ്ടാമത്തെ മെത്തേഡാണ് ഡീനോയ്സിങ്. സോ അപ്പോൾ 2 തരം ഡീനോയ്സിലാണ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ബ്ലെൻഡറിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഒപ്റ്റിക്സ്, സെക്കൻഡ് വൺ ആണ് ഓപ്പൺ ഇമേജ് ഡീനോയ്സർ. അതിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നതും ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നതും ഓപ്പൺ ഇമേജ് ഡീനോയ്സർ ആണ്. ബിക്കോസ് ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ ഒപ്റ്റിക്സ്. സോ അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ റെൻഡർ പ്രോപ്പർട്ടീസിലോട്ട് പോവുക. അതിനകത്ത് നോയ്സ് ത്രെഷോൾഡ് തൊട്ട് താഴെയായിട്ട് കാണാം നിങ്ങൾക്ക് ഡീനോയ്സ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആരോയിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഡീനോയ്സറിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒപ്റ്റിക്സ് വേണോ, ഓപ്പൺ ഇമേജ് ഡീനോയ്സർ വേണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ ഡീനോയ്സ് ചെയ്തിട്ടുള്ള ഒരു റെൻഡർ ഇമേജ് ആണ്. ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും നോയ്സ് എല്ലാം പോയി ഡീനോയ്സ് ആയി വന്നിട്ടുണ്ട്. നിങ്ങളുടെ റെൻഡറിംഗ് ടൈം കുറയ്ക്കാനായിട്ടുള്ള മൂന്നാമത്തെ മെത്തേഡാണ് ഇൻസ്റ്റൻസിങ്. ഇൻസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് Shift+D പ്രസ് ചെയ്തിട്ടായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു നോർമൽ ഒബ്ജക്റ്റിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം നല്ലൊരു ജോമെട്രി ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ട്രീ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് നല്ല ജോമെട്രി കാണും. അപ്പോൾ അത് നിങ്ങൾ Shift+D പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും ഈ ജോമെട്രിയും കാര്യങ്ങളും എല്ലാം ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റെൻഡറിംഗ് ടൈം കൂടുകയും ചെയ്യും, നിങ്ങളുടെ ബ്ലെൻഡർ ക്രാഷ് ആവാനും ചാൻസ് ഉണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് Alt+D. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പ് പറഞ്ഞ പോയിട്ട് നമ്മുടെ ജോമെട്രി ഡബിൾ ആവുകയോ മൾട്ടിപ്ലൈ ആവുകയും ചെയ്യുന്നില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റെൻഡറിംഗ് ടൈം കുറയ്ക്കുകയും ചെയ്യും, നിങ്ങളുടെ ബ്ലെൻഡർ ക്രാഷ് ആവാതിരിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. റെൻഡറിംഗ് ടൈം കുറയ്ക്കാനായിട്ടുള്ള 4ാമത്തെ മെത്തേഡ് ലൈറ്റ് പാത്ത്. സോ അതിനായിട്ട് നിങ്ങൾ വേറെ ബ്ലെൻഡർ പ്രോപ്പർട്ടീസിലോട്ട് പോവുക. ബ്ലെൻഡർ പ്രോപ്പർട്ടീസ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈറ്റ് പാത്ത്. ലൈറ്റ് പാത്തിനകത്ത് നമുക്ക് കുറേ വാല്യൂസും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് ടോട്ടൽ ബൗൺസസ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് നമുക്ക് ഡിഫോൾട്ടായിട്ട് 12 ആയിരിക്കും കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്ത് ബിലോ 5 ആക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 4 കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ റെൻഡർ ടൈമിൽ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഗൈസ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ റെൻഡർ സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റെൻഡർ ഇമേജിന്റെ സ്ക്രീൻഷോട്ട് ആണ്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം വെറും 23 സെക്കൻഡ് കൊണ്ട് എനിക്കത് റെൻഡർ ആയി. ഫസ്റ്റിലെ ഞാൻ കാണിച്ചതിനകത്ത് 1 minute 33 seconds എടുത്തെങ്കിൽ എനിക്ക് റെൻഡർ സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്തപ്പോൾ വെറും 23 സെക്കൻഡ് കൊണ്ട് എനിക്ക് റെൻഡർ ആയി. സോ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് വരുന്നത് നോക്കുക. ഡിഫറൻസ് വന്നെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് 3D ടിപ്സിനായിട്ട് ഇപ്പൊ തന്നെ ഈ പേജ് ഒന്ന് ഫോളോയും ചെയ്തേക്കുക.